അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തങ്ങളുടെ ആജ്ഞപ്രകാരം ആ ഫാസിസ്റ്റുകളുടെ കൂടാരത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെള്ളാരങ്കല്ല് പോലെ വെളുത്തിരിക്കുന്ന സഹാബാക്കളുടെ മധ്യത്തിൽ വെച്ച് പരിചയപ്പെടുത്തി അവരുമായി ഒരേ പാത്രത്തിൽ ഒരുമിച്ചിരുന്ന്. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പെരുന്നാൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം പെരുന്നാളിൻ്റെ അന്ന് രാവിലെ അടുക്കളയിലേക്ക് കയറിയതാണ്. അപ്പം ഞാൻ വീട്ടിലില്ലായിരുന്നു, ഞാൻ കൊല്ലത്താണ്. അവിടെ വെച്ചുള്ളതാണ് ഈ തവണത്തെ പെരുന്നാളൊക്കെ. അങ്ങനെ കുറച്ച് ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ വഴറ്റുകയാണ്. അതിന് ശേഷം കുറച്ച് ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാനായിട്ട്. പിന്നെ ഉരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഉരട്ടിക്ക് തേങ്ങയും വെള്ളവും കൂടെ ഇങ്ങനെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മാവൊക്കെ അതിന് ശേഷം ഇട്ട് കൊടുത്ത് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പള്ളിയിൽ പോകാനുള്ളവർ എല്ലാവരും തയ്യാറായി ഇക്ക അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് എന്നോട് വർത്തമാനം പറഞ്ഞിട്ട് പോവുകയാണ് ആൾ കേട്ടോ. അപ്പം കൊച്ചാപ്പായും ഇക്കായും പിന്നെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ഉപ്പ ഉണ്ടായിരുന്നു. ആ ഉപ്പായും കൂടാണ് പള്ളിയിലോട്ട് പോണത്. പിന്നെ മക്കളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോകുള്ളൂ. ഇവർ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. അപ്പോൾ അതിന് ശേഷം അടുക്കളയിൽ വന്നപ്പോൾ എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു. കൊച്ചുമ്മയാണ് എല്ലാം ചെയ്തത്. പിന്നെ മരുമക്കളും ഉണ്ടായിരുന്നു. മട്ടൻ കുറുമയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉരട്ടി പിന്നെ അപ്പം ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചുട്ട് പിന്നെ കുറച്ച് പത്തിരിയും വാങ്ങിയത്. അപ്പോഴേക്കും പിന്നെ ഇക്കായും ഒക്കെ കൊച്ചാപ്പായും ഒക്കെ വന്ന് കഴിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഇന്ന് എടുക്കാൻ പറ്റിയില്ല നേരത്തെ. പിന്നെ ഞങ്ങളിതാ കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. മക്കളും ഞങ്ങളെല്ലാവരും കൂടെ തന്നെയാണ് കഴിക്കാനിരുന്നത്. അപ്പോൾ മട്ടനുണ്ടായിരുന്നു. മട്ടൻ കുറുമയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയുമാണ്. പിന്നെ അപ്പം, ഉരട്ടി, പത്തിരി ഇത്രയൊക്കെയായിരുന്നു രാവിലത്തെ കാപ്പി. അതിന് ശേഷം പിന്നെ ഉച്ചത്തെ പരിപാടി ബിരിയാണി വെപ്പാണ്. ബീഫ് ബിരിയാണിയാണ് വെച്ചത് കേട്ടോ. അടിപൊളി ബിരിയാണിയായിരുന്നു. ഇപ്പം കൊച്ചുമാനാണ് ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഹെൽപ്പിനായിട്ട് കൊച്ചാപ്പായും എൻ്റെ ഇക്കായും ഒക്കെയാണ് നിന്ന് ഹെൽപ്പ് ചെയ്തെടുത്തത്. ഞാനവിടെ ഫ്രീ ആയിട്ട് അങ്ങനെ ഈ സുഖിച്ചവിടെ ഇരുന്നു കേട്ടോ. സത്യത്തിൽ ചൂടുണ്ടായിരുന്നു, ഭയങ്കര ചൂടാണ് അവിടെയൊക്കെ. നല്ല ചൂട് കാരണം നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴിതാ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദമ്മിട്ട് കൊടുക്കുകയാണ്. നല്ല കല്യാണ വീട്ടിലൊക്കെ തയ്യാറാക്കണ നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണി ആയിരുന്നു. അപ്പോൾ ചോറ് ആദ്യം തന്നെ ചോറ് കുറച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തക്കാളി, മല്ലിയില, പിന്നെ കുറച്ച് സവാള വറുത്തതും കാഷ്നട്ടും കിസ്മിസും ഒക്കെ വറുത്തതും പിന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നെയ്യും ഒക്കെ ഒഴിച്ച് കൊടുത്തു. നെയ്യ് ഒഴിച്ചെടുത്തിട്ട് പിന്നെ വേവിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കുകയാണ് ബീഫിൻ്റെ. അപ്പോൾ അതും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ലെയറും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാകണം. അങ്ങനെ ബീഫിനെല്ലാം അതിനകത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം രണ്ടാമത്തെ ലെയർ ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അവർ ആണുങ്ങളുള്ളത് കൊണ്ട് അപ്പോൾ അത് ചോറൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ഒരു ഹെൽപ്പാണല്ലോ, നമ്മളെക്കൊണ്ട് കഴിയത്തില്ലെന്ന്. അങ്ങനെ രണ്ടാമത്തെ ലെയറും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലും കുറച്ച് മല്ലിയില, നെയ്യ്, പിന്നെ കുറച്ച് ഡാൽഡ, പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഗരം മസാല എല്ലാം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ദമ്മിട്ട് കൊടുത്തു. നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ തനിച്ചുള്ളത് കൊണ്ടാണ് പിന്നെ കൊച്ചുമ്മ കടന്ന് വിളിക്കുക, അങ്ങ് വന്നാൽ മതി, നിങ്ങൾ പെരുന്നാൾ അവിടെ ആഘോഷിച്ചാൽ മതി എന്ന് നിർബന്ധിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങ് പോണത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളിവിടെ ഞങ്ങൾ മാത്രം രാവിലെ എന്തെങ്കിലും കാപ്പി തയ്യാറാക്കും, പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ബിരിയാണി തയ്യാറാക്കും, അതൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ടങ്ങ് പോയത്. പിന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രിയിൽ
ഞങ്ങളിവിടെ നിന്ന് അങ്ങ് പോയായിരുന്നു. അതിനുശേഷം പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഇക്കാക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ ദമ്മൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം എനിക്ക് വേണ്ടി കുറച്ച് അടപ്പായസവും കൂടെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ അടപ്പായസം. അപ്പം കൊച്ചുമ്മ വയ്ക്കുന്നതും കൂടെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് അടപ്പായസമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം അതൊക്കെ ഒന്ന് ആയപ്പോഴേക്കും അതിൻ്റെ അകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അല്പം ഒന്ന് കുറുകി കിട്ടിയാൽ മതി. അതിനുശേഷം തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എല്ലാവരും പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ അത് ദമ്മൊക്കെ പൊട്ടിക്കാനുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിൽ 2-3 വീടുകളിൽ കുറച്ച് ചോറ് കൊടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തില്ല, വേണ്ടെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം എല്ലാവരും കഴിക്കാനിരിക്കുന്നു. മക്കളും കൊച്ചാപ്പായും എൻ്റെ ഇക്കായും പിന്നെ എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിലെന്ന് വെച്ചാൽ രാവിലത്തെ കാപ്പിയാണ് നല്ല രീതിയിൽ ഞങ്ങൾ എടുക്കുന്നത്. അപ്പം ഞാൻ ആണെങ്കിലും 2-3 ഐറ്റം എന്തെങ്കിലും തയ്യാറാക്കും. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് എല്ലാം ചെറിയ രീതിയിൽ കഴിക്കും. അപ്പോൾ സാധാരണ തോനെ ബിരിയാണിയൊക്കെ വെക്കുന്നതാണ്. ഇത്തവണ കുറച്ച് മാത്രമേ വെച്ചുള്ളൂ. സത്യത്തിൽ ബാക്കിയാകണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് മാത്രമേ വെച്ചുള്ളൂ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം മക്കളും അവരെല്ലാം തിന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും ഇരുന്നു. അപ്പോൾ ഞാനും അങ്ങനെ കഴിക്കണം. അപ്പോൾ ബീഫിൻ്റെ ബിരിയാണി ആയതുകൊണ്ട് ഞാൻ ചോറ് മാത്രം, ബീഫൊന്നും ആകാത്ത ചോറ് മാത്രം എടുത്തതാണ്. എനിക്ക് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. നല്ല നാടൻ ചിക്കനായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അതിനുശേഷം പിന്നെ രാത്രിയിൽ ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഇത് കടുവാപ്പള്ളിയാണ്, കൊല്ലത്ത് ഒരു നല്ല പേര് കേട്ടൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനങ്ങ് വീഡിയോ എടുത്തതാണ്. പുറത്ത് കറങ്ങാനോ ഒന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. നല്ല ചൂടായിരുന്നു. ചൂട് കാരണം ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ. പിന്നെ എല്ലാവരും കൂടെ കുറേ നേരമൊക്കെ കിടന്നൊന്ന് ഉറങ്ങി എണീറ്റിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 8:30 ആയപ്പോൾ അവിടുന്ന് തിരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.